ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് പാർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫിഫ്ത്ത് പാർട്ടിൽ എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളെ മുടിയുടെ ഷെയ്ഡിങ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിലത്തെ ഡ്രോയിങ് ട്യൂട്ടോറിയലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ സ്കിൻ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഷെയ്ഡിങ്സ്, അതുപോലെ തന്നെ മൂക്കിൻ്റെ ഷെയ്ഡിങ്സ്, ചുണ്ടിൻ്റെ ഷെയ്ഡിങ്സ് ഒക്കെ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ 5ാമത്തെ പാർട്ട് നമുക്ക് ഹെയറിൻ്റെ ഷെയ്ഡിങ്സ് കിടക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇവിടെ 3B പെൻസിൽസ്, ബ്രൂസ്റ്റോയുടെ 3B പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് മുടിയുടെ ഒരു ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ്. ഡയറക്ഷൻ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ലൈനായിട്ട് നമ്മളിവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത ഹെയർസിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ സാധാരണ നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ അധികം പ്രസ് ചെയ്യാതെ നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ഉരച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബ്ലെൻഡിങ് കിട്ടും. ഹെയർസിൻ്റെ സ്ട്രോക്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ ഗ്രേഡ് കൂടിയ പെൻസിൽസ് ഞാൻ യൂസ് ചെയ്യുകയാണ്. ഇവിടെ ബ്രൂസ്റ്റോയുടെ തന്നെ ഞാനിവിടെ 8B പെൻസിൽ യൂസ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഞാൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ അതിനെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഞാൻ ആ ഡയറക്ഷൻ നോക്കിയിട്ട് ഹെയർസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷൻ ഞാനിവിടെ ലൈൻ ബൈസ് ലൈനായിട്ട് ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരാണ് ഉറപ്പായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ സ്ട്രോക്സ്, മുടിയുടെ സ്ട്രോക്സ് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചെയ്യുന്നു 3B വെച്ചിട്ട്. പിന്നെ അതിനുശേഷം ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വീണ്ടും 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്രൂസ്റ്റോയുടെ ഡാർക്ക്നെസ് വാല്യൂ കൂടിയ നമുക്ക് പെൻസിൽസ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ആ ഡാർക്ക്നെസ് പോർഷൻസ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് സാവധാനം ചെയ്തെടുക്കുക. വളരെ സാവധാനത്തോടെ ചെയ്താലും നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടും. പിന്നെ ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഞാൻ ഇരുന്ന് വരക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ സ്പീഡാക്കിയാലേ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല, ലെങ്ത്ത് ഒരുപാടാവും. അപ്പോൾ പുതിയ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡയറക്ഷൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ലൈറ്റായിട്ട് എപ്പോഴും വേണം കൊടുക്കാൻ, ലൈറ്റായിട്ട് ചെയ്യുക. ഹെയറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് അതേ രീതിയിൽ നമ്മൾ വരച്ചെടുക്കുക. പിന്നെ ഓരോരോ ഫിനിഷിംഗ് ആയിട്ടുള്ള ഹെയർസ് നമ്മൾ അത് അവസാനം ചെയ്യുന്നതായിരിക്കും. നോക്കുക, ഞാനിവിടെ ചെയ്യുന്നത് കണ്ടോ, ഓരോരോ ലൈൻസ് ഇങ്ങനെ ലൈറ്റായിട്ട് ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ എടുത്തു വരിക. അതിനുശേഷം വേണം നമ്മളതിനെ ബ്ലെൻഡ് ചെയ്യാൻ. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഷെയ്ഡിങ്സും ഡാർക്ക്നെസ് വാല്യൂ കൂട്ടുക. ഇവിടെ കൂട്ടാനായിട്ട് ഞാൻ പറഞ്ഞു 8B പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നു. ബ്രൂസ്റ്റോയുടെ 8B പെൻസിലാണ്, നല്ലൊരു ഡാർക്ക്നെസ് പെൻസിലാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാവുന്നതാണ്. ഏറ്റവും നല്ലൊരു പെൻസിൽസ് തന്നെയാണ്. എൻ്റെ റിസൾട്ടിൽ വെച്ച് പെൻസിൽ ഡ്രോയിങ്ങിൽ നല്ലൊരു സ്മൂത്ത്നെസ് ഷെയ്ഡിങ്സ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റായ ഒരു പെൻസിലാണ് ബ്രൂസ്റ്റോ പെൻസിൽസ്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അപ്സൈഡ് പെൻസിൽസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1-2 പെൻസിൽസ് ഉണ്ട്, അത് നോർമൽ ബിഗിനേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡായ ഒരു പെൻസിൽസാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു നിങ്ങൾക്ക് വരച്ച ഒരു പിക്ചറിന് ഒരു ഷെയ്ഡിങ്സ് ചെയ്യാൻ തന്നെ ഇതിനൊരു നല്ലൊരു നല്ലൊരു സ്മൂത്ത്നെസ്സാണ് ഈ പെൻസിൽസിൽ. അതുകൊണ്ട് തന്നെ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് വരച്ച് നിങ്ങൾക്ക് നല്ലൊരു റിയലിസ്റ്റിക് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ കണ്ടോ എൻ്റെ ഹെയർസൊക്കെ എത്ര റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബ്ലെൻഡ് ചെയ്യുക. എപ്പോഴും നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലെയർ വൈസ് ലെയർ ചെയ്യാൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത്. ലെയർ വൈസ് ലെയർ വേണം, നമ്മളെ വാല്യൂസ് കൂട്ടി വേണം നമ്മൾ ചെയ്യാൻ. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ അങ്ങനെ ചെയ്താൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് വെച്ചാൽ നമുക്കൊരു അമേസിങ് സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ നിങ്ങളെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഹെയർസൊക്കെ നമുക്ക് ഏകദേശം ആ നാച്ചുറൽ ഹെയർസ് പോലെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡിങ്സ് കണ്ട ഞാനിവിടെ സാധാരണ ടൂത്ത് ബ്രഷും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.